ചെയ്യാൻ നോക്കാം. നല്ലൊരു ക്വസ്റ്റനാണ്, സി ജി എല്ലിൽ ചോദിച്ച ക്വസ്റ്റനാണ്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടുന്നതിന് മുമ്പേ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുക. എക്സാമിൻ്റെ പേര് മസ്റ്റായിട്ടും, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് എക്സാമിൻ്റെ പേര് മസ്റ്റായിട്ടും വേണം. എക്സാമിൻ്റെ പേരില്ലെങ്കിൽ അതിൻ്റെ ഓതൻറ്റിസിറ്റി ഇല്ലെന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു 120 രൂപയുടെ പേയ്മെൻറ്റ് 10 രൂപ, 5 രൂപ, 2 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 10 രൂപയുടെ എക്സ് കോയിനുണ്ട്, 5 രൂപയുടെ വൈ കോയിനുണ്ട്, 2 രൂപയുടെ ഇസഡ് കോയിനുണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് ടോട്ടൽ പൈസ എനിക്ക് 10x + 5y + 2z അതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്, 120 തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുണ്ട് ടോട്ടൽ 25 കോയിനുണ്ട്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിൻ്റെ വാല്യൂ. ഇതും ഞാൻ ഇവിടെ എക്സാമിന് ഞാൻ എഴുതുന്ന മാഗ്നമെൻ്റർ മെത്തേഡും പറയാം, നിങ്ങൾ അല്ലാതെ ബേസിക്കായിട്ട് ചെയ്യുന്ന മെത്തേഡും പറഞ്ഞുതരാം. ആദ്യത്തെ ബേസിക് മെത്തേഡാണ് പറഞ്ഞിരുന്നത്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 25 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് 25 മൈനസ് ഇസഡിൻ്റെ വാല്യൂ എനിക്ക് 25 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് കൊടുക്കാം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അതെടുത്ത് ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന സമയത്ത് 10x ഞാൻ ഇവിടെ കൊടുക്കുവാണ്, അതൊക്കെ ഒറ്റ സ്റ്റെപ്പിലായിരുന്നു കാണിച്ചു തരാം. ഇപ്പോൾ 10x + 5y ഇസഡിന് പകരം 2z വരെ ഞാൻ എന്ത് കൊടുക്കുന്നു, 25 മൈനസ് എക്സ് മൈനസ് വൈ. ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് +50 മൈനസ് 2x മൈനസ് 2y = 120 വന്നു. ഈ ഇക്വേഷൻ ഞാൻ ചെറുതാക്കി എഴുതുമ്പോൾ 10x - 2x 8x വരും, 5y - 2y + 3y വരും. ഈ 50 അപ്പുറത്ത് പോകുമ്പം -50 ആവും, 70 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ 10 രൂപ കോയിൻ്റെ എണ്ണമാണ്. അപ്പോൾ 10 രൂപ കോയിൻ്റെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു കൺസെപ്റ്റേ ഉള്ളൂ, നമ്മുടെ കോയിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ കോയിൻ്റെ എണ്ണം 6 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് 6 കൊടുത്താൽ 6 8 48, കാര്യം എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. 6 8 48, 48ൻ്റെ കൂടെ പിന്നെ 22 രൂപ കൂടുമ്പോഴാണ് എന്ത് വരേണ്ടത്, 70 വരേണ്ടത്. അപ്പോൾ 3y = 22 വരും. അപ്പോൾ y = 22/3. ഒരിക്കലും എന്തല്ല, y ഒരു ഇൻറ്റിജർ വാല്യൂ വരത്തില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ അല്ലെന്ന് മനസ്സിലാവാം. ഓപ്ഷൻ ബി കൊടുത്താൽ 8 2 16 = 3y = 70 തന്നിട്ടുണ്ട്. അപ്പോൾ 3y = 54 എന്നിട്ടും വൈയുടെ വാല്യൂ എത്ര നിട്ടും, 18 എന്നിട്ടും അല്ലേ, 54 വൈയുടെ വാല്യൂ 18 നിട്ടും. അപ്പോൾ ബി വരാം നമുക്ക്. ഇനി ബി മാത്രമേ, ഓപ്ഷനകത്ത് അനുസരിച്ച് ബി മാത്രമാണ് വരേണ്ടത്. ഇനി സി നോക്ക്, സി അതുകൊണ്ടാണ് ക്വസ്റ്റിൻ്റെ ഓതൻറ്റിസിറ്റി നോക്കേണ്ടത്. ഓപ്ഷനൊക്കെ കറക്റ്റാണോ അവർ തരുന്നത് നോക്കുക, വല്ലയിടത്തുനിന്നും ക്വസ്റ്റിൻ എടുക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ സി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ തരും, 10ൻ്റെ നമ്പർ ഓഫ് 10 റുപ്പി കോയിൻസ് മോർ ദാൻ നമ്പർ ഓഫ് 5 റുപ്പി കോയിൻസ്, അങ്ങനെ വല്ലതും തരും. ഇനി സി 10 കൊടുത്തു കഴിഞ്ഞാൽ 80, ബാക്കി 80 ഒരിക്കലും വരത്തില്ല, 10 ഒരിക്കലും വരത്തില്ല, കാര്യം ഇത് 70 വരെ മാക്സിമം വരത്തുള്ളൂ. അപ്പോൾ ഇതുമല്ല. ഇനി 8 കൊടുത്തു കഴിഞ്ഞാൽ 8 8 64 + 6 ആണ് 70. അപ്പോൾ ഈ 3yയുടെ വാല്യൂ 6 വരും, y എന്ന് പറഞ്ഞാൽ 2 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ഓപ്ഷൻ എന്താണ് ഇവിടെ പോസിബിൾ ആണ്. വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 2 അല്ലെങ്കിൽ 8 വരാം. അപ്പോൾ അതനുസരിച്ച് വേറെ വാല്യൂം ചിലപ്പോൾ വരാം. അപ്പോൾ ഓപ്ഷനകത്ത് ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ. കഴിഞ്ഞ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെല്ലാം ഏതോ ഒന്നേ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തോ കോപ്പി ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ എക്സാമിന് പോകുന്നെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഫാസ്റ്റായിട്ട് ഈ ഒരു ഇക്വേഷൻ 10x + 5y + 2z = 120 എന്നുള്ള കാര്യം മൈൻഡിൽ വരിക. നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ 25 - എക്സ് മൈനസ് വൈ കൊടുക്കുക, 2 അപ്പം 2 ഉണ്ട്. അപ്പോൾ 2 × x അങ്ങനെ കുറച്ചിട്ട് ഈ ഇക്വേഷൻ ആദ്യം കൊണ്ടുവരിക, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലത്തെ എല്ലാ